56-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് പറയുന്നുണ്ട്, നീ എൻ്റെ ഉഴച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അപ്പോൾ 56-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലേ? പട്ടണത്തിൽ വെച്ച് ഫെലിസ്ത്യർ ദാവീദിനെ ആക്രമിച്ചപ്പോൾ, പിടിച്ചപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ പാടിയ, പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ വെല്ലുവിളികളുടെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച കരഞ്ഞ കരച്ചിലുകൾ പലപ്പോഴും അത് മനുഷ്യർ കണ്ടില്ല, ആരും ഗവനിച്ചില്ല, ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കേണ്ട, മനുഷ്യനെ കാണിക്കാനല്ല നമ്മൾ കരഞ്ഞത്, നമ്മൾ പ്രാർത്ഥിച്ചത്. നമ്മൾ ബലഹീനരായതുകൊണ്ടുമല്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ദൈവം മുൻപാകെ നെടുമ്പാട് വീഴുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ കരുതും, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന്. ഈ ഹാസ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വാക്കുണ്ട്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, വെല്ലുവിളികൾ, കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ദൈവത്തിൻ്റെ മുൻപിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവൻ മനുഷ്യൻ്റെ മുമ്പിൽ കരയേണ്ടി വരില്ല. ദൈവത്തോട് യാചിക്കുന്നവൻ മനുഷ്യരോട് യാചിക്കാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയവനെ, മുഴങ്കാൽ മടക്കിയവനെ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ശത്രുക്കൾക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. ദാവീദ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. സിക്ലാഗ് ശത്രുക്കൾ കത്തിച്ച് നശിപ്പിച്ച് കളയുമ്പോൾ, അത് ദുഷ്ടൻ തീ വെച്ച് ഫെലിസ്ത്യന്മാർ അത് ഇല്ലാതെയാക്കി കളയുമ്പോൾ, ആ ചാമ്പൽ കൂമ്പാരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ദാവീദ് ഏഫോദ് ധരിച്ച് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഞാൻ ഈ പരീക്ഷയെ പിടിക്കുമോ? പിന്തുടരണമോ? ദൈവം ദാവീദിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, നീ അവരെ പിന്തുടരണം, നീ അവരെ പിടിക്കും, നീ അവരെ പിന്തുടരും, നീ അവരെ പിടിക്കും. തൊട്ട് താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദാവീദ് സകലതും വീണ്ടെടുത്തു, സകലതും മടക്കിക്കൊണ്ടുവന്നു, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവത്തിൻ്റെ തുരുത്തിയിൽ നിങ്ങളുടെ കണ്ണുനീർ നിറഞ്ഞു കഴിയുമ്പോൾ